പൈസ തന്നെ. നോക്കൂ, 2014, 2024 വിലകൾ കൂടിയോ കുറഞ്ഞോ? സ്വർണം തൊട്ട് എണ്ണ തൊട്ട് എല്ലാ സാധനവും വില കൂടിയപ്പോ നമ്മുടെ ഹാർഡവർ ചെയർമാൻ ഒരു കാരണവശാലും വരുമാനം കൂടുതൽ കൊടുക്കുകയും പ്രോഫിറ്റുകൾ കൂടുതൽ കൊടുക്കുകയും അതിലേക്ക് വേണ്ടി വില കൂട്ടാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒരു പ്രത്യേകതയാണ്. ഒരാള് ബിസിനസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരേ പ്രൈസും ഒരേ പോയിന്റ് വാല്യൂ, ഒരു പ്രോഡക്റ്റിന് 25 പോയിന്റ് വാല്യൂ. ഇങ്ങനെ ഈ 3 സംവിധാനങ്ങൾ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾക്ക് വിജയിക്കാൻ പാടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടില്ലേ? എന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ കൂടി വേണം. നടക്കുന്നൊക്കെ നിങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ജയിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. ഈ 3 സപ്പോർട്ടിംഗ് സംവിധാനം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ കമ്പനിയുടെ ബിസിനസ് ഓണറായി മാറണം. എന്തിന് നിങ്ങൾ ഓണർ ആകണമെന്ന് ചോദിച്ചാൽ, ഒരു ഓണറിന് മാത്രമേ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടാവുള്ളൂ. ഒരു സ്ഥാപനത്തിലെ ഓണറാണോ ലാഭം ഉണ്ടാക്കുന്നത്, അതോ അവിടുത്തെ ജോലിക്കാരാണോ ലാഭം ഉണ്ടാക്കുന്നത്? ആരാ? അപ്പൊ നിങ്ങൾ ഈ കമ്പനിയുടെ ഓണർ ആകണമെങ്കിൽ ഇന്ത്യൻ ജീവ പറയുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. നിങ്ങൾ 12 പ്രോഡക്റ്റ് ഒരു ദിവസം ഈ കമ്പനി 12 പ്രോഡക്റ്റ് ഒരാളിനെ വാങ്ങിച്ച് വിൽപ്പന നടത്താൻ അനുവദിക്കുള്ളൂ. ആ 12 പ്രോഡക്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പൈസ വച്ചിട്ട് ഇൻറ്റു 12 37,200 രൂപയാണ് ആകുന്നത്. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾ കുടിക്കുകയോ കൊടുക്കുകയോ ചെയ്യും, പ്രശ്നമല്ല. കുടിക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ? ആയുസ്സും ആരോഗ്യം സൗന്ദര്യം നമ്മളെ കയ്യിലല്ലേ ഇരിക്കുന്നത്. നമ്മളത് എല്ലാം പടച്ചോമ്പത് നമ്മൾ ആയുസ്സും ആരോഗ്യവും ഒക്കെ കൂട്ടിത്തരും. നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ കമ്പനിയുടെ ബിസിനസ് ഓണറായാൽ നമ്മൾക്ക് ഈ കമ്പനിയുടെ സകാലമായ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ പ്ലീസ് ബാക്ക് അല്ല ആയില്ല, നിങ്ങൾ എത്ര കൊടുന്നു അങ്ങനെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് കിട്ടിയാൽ 100% നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഒരു കോടീശ്വരന്റെ പട്ടികയിലെത്താം. കോടീശ്വരനാകാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെ കോടീശ്വരന്മാരായ ആൾക്കാരെല്ലാം എങ്ങനെ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, ഇവിടെ കാണിച്ചിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ അറിയും. ഇദ്ദേഹം ഇൻഫോസിസിന്റെ ഓണറാണ്. ഇൻഫോസിസ് നിങ്ങൾക്കറിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ, ഇൻഫോസിസ് തുടങ്ങുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല വലുതായിട്ട്. അന്ന് അതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ഈ ഇൻഫോസിസിന്റെ ഓണർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത വിശ്വാസമുള്ള, പറഞ്ഞാൽ നീ നിന്റെ പണിക്ക് പോടാ എന്ന് പറയാത്ത വിശ്വാസവും ഇഷ്ടവുമുള്ള, നോ പറയാൻ മനസ്സില്ലാത്ത 5 സുഹൃത്തുക്കളെ ഇദ്ദേഹം കൂടെ കൂട്ടി. സുഹൃത്തുക്കളെ, പിന്നെ സംഭവിച്ചത് ചരിത്രമാണ്. നോക്കൂ, ഇൻഫോസിസ് എന്തെന്ന് നിങ്ങൾക്ക് ഇന്ന് അറിയാം. നാരായണമൂർത്തി ഇന്ന് കോടീശ്വരന്റെ പട്ടികയിലാണോ അല്ലയോ? ആണോ? നാരായണമൂർത്തി കോടീശ്വരനായെങ്കിൽ അതിന് കാരണം ഈ 5 സുഹൃത്തുക്കളാണ്. ഈ 5 സുഹൃത്തുക്കൾ ഇന്ന് കോടീശ്വരനാണ്. ഈ 5 സുഹൃത്തുക്കളും കോടീശ്വരനായെങ്കിൽ അതിന് കാരണം നാരായണമൂർത്തിയാണ്. നാരായണമൂർത്തി കോടീശ്വരനായതും ഈ 5 സുഹൃത്തുക്കളാണ്. ജീവണ്ടേ എങ്കിൽ നിങ്ങൾക്ക് ഒരു കോടീശ്വരനാവണമെങ്കിൽ 2040 10 ലക്ഷം രൂപ നിങ്ങൾക്ക് മാസ വരുമാനം വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഇതിന്റെ സാധ്യത വലുതാണ്. നിങ്ങൾ പറഞ്ഞാൽ നോ പറയാത്ത 2 സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ ഫ്രാഞ്ചൈസി കൊടുക്കൂ. എങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ എന്ന വ്യക്തി, നിങ്ങൾ ഈ കമ്പനിയുടെ ഓണറാവാൻ 12 പ്രോഡക്റ്റ്, ഈ പറഞ്ഞ 300 PVയുടെ വോളിയം 37,200 രൂപ. നിങ്ങളോട് നോ പറയാത്ത 2 വ്യക്തികളെ നിങ്ങൾ അതേപോലെ നിങ്ങൾ സ്പോൺസർ ചെയ്തിട്ട് അവരെയും സ്റ്റാർ ആക്കൂ, ഈ കമ്പനിയുടെ ഓണറാക്കൂ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സപ്പോർട്ടിംഗ് സംവിധാനം റെഡിയായി നിൽക്കുന്നുണ്ട് തന്നെ. നോക്കൂ, നിങ്ങൾ ഫസ്റ്റ് ബിസിനസ് നിങ്ങൾക്ക് ഓപ്പണായി.
ഓപ്പൺ ചെയ്ത ബിസിനസ് നിന്ന് പ്രോഫിറ്റ് റണ്ണിങ് ആയി തുടങ്ങി. എങ്ങനെയാണ് റണ്ണിങ്? നിങ്ങൾ ഫസ്റ്റ് ബിസിനസ് ഓപ്പൺ ചെയ്തു, നിങ്ങളുടെ ഒരു സുഹൃത്ത്. രണ്ടാമത്തെ ബിസിനസ്സും ഓപ്പൺ ചെയ്തു. 2 ഓർഗനൈസേഷൻ ആണ് ഇവിടെ ഓപ്പൺ ആയത്. ഈ ഓർഗനൈസേഷനിൽ നിന്ന് 1500 × 2 നിങ്ങൾക്ക് 2 പേരുടെയും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾ കാരണമാണ്. 2 പേരെ ചേർത്താൽ പൈസ കിട്ടില്ല. ഇത് ചേർക്കൽ ബിസിനസ് അല്ല, ഇത് ഫ്രാഞ്ചൈസി ബിസിനസ് ആയതുകൊണ്ട് നിങ്ങൾ 2 വ്യക്തികളെ, നോ പറയാത്ത 2 സുഹൃത്തുക്കളെ നിങ്ങളോടൊപ്പം സ്പോൺസർ ചെയ്തപ്പോ അവരെ വാങ്ങിച്ചു കുടിക്കാനോ വിൽക്കാനോ വേണ്ടി ഈ 12 പ്രോഡക്റ്റ് അവര് സെലക്ട് ചെയ്തപ്പോൾ അതിന്റെ പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾക്ക് 3000 രൂപ കിട്ടി. ഈ കമ്പനി എല്ലാ ആഴ്ചയും ബിസിനസ് കട്ട് ഓഫ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്ക് ചൊവ്വാഴ്ച 5 മണിക്കുള്ളിൽ, വൈകിട്ട് 5 മണിക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ പൈസ ക്രെഡിറ്റ് ചെയ്യും, ലാഭം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തു, നിങ്ങൾക്ക് 3000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. 4 ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എന്നാ പിന്നെ നിങ്ങൾ സ്പീഡായിട്ട് ചെയ്യും. അപ്പോ പ്രായപൂർത്തി ആകാതെ തന്നെ ഒരു ആളിനെ നിങ്ങൾ സ്റ്റാർ ആക്കി മാറ്റിയാൽ, ഓണറാക്കി മാറ്റിയാൽ സ്വാഭാവികമായിട്ടും ഇൻക്യുബേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഇൻക്യുബേറ്റർ ബേബി എന്നൊക്കെ പറയൂലേ, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ജനിച്ചാൽ പ്രായം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യിപ്പിച്ചു. എങ്ങനെ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത വീക്കും നെക്സ്റ്റ് വീക്ക് 1+1 വീക്കിനുള്ളിൽ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് തരും. അത് നിങ്ങൾക്ക് 3000 രൂപ. നോക്കിയേ, ഒരു എക്സ്ട്രാ ഇൻകം 3000 രൂപ. 6000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ഗ്ലോബലി നിങ്ങൾക്ക് ചെയ്യാം. ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും ഒരു ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്യാൻ ഒക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. എങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, നിങ്ങളുടെ കെയർ ഓഫിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡ്യുവൽ ടീമിന്റെ പ്രോഫിറ്റ് വരുന്നത്? വെരി സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെയാണ് നമ്മുടെ ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ടത്. നമ്മളും അവരും വന്നത് 2040 എത്തുമ്പോൾ പ്രതിസന്ധിയിൽ പോകാതിരിക്കാൻ വേണ്ടി എന്നേക്കുമായി പെർമനന്റ് സൊല്യൂഷൻ. എങ്കിൽ നമ്മുടെ 2 ഓർഗനൈസേഷനിലും പല രീതിയിലാണ് നമുക്ക് ഫ്രാഞ്ചൈസികൾ വന്നത്. നമ്മുടെ എ ഓർഗനൈസേഷനിൽ 4 പുതിയ ആൾക്കാർ വന്നു, 300 BVയുടെ ഓളിയം നടന്നു, 1200 പോയിന്റ് PV. എന്നാൽ ബിയിലും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പം 1200 PVയുടെ ഓളിയം നടന്നെങ്കിൽ അതിന്റെ 10 ടൈംസ് ആണ് നമുക്ക് 10 ഇരട്ടി. നോക്കൂ, 1200 10 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വന്നു? 12000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു. ഇത് വളരെ വലിയ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ നോക്കൂ, ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഓർഗനൈസേഷന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഞാൻ അതാണ് ആദ്യമേ ചോദിച്ചത്. ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി അവരുടേതാണ്, അവര് സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ഉടയ തമ്മിൽ അവസരം കൊടുത്തതെങ്കിൽ ആ കുട്ടിയെ വളർത്തേണ്ട റെസ്പോൺസിബിലിറ്റി അയൽവക്കക്കാരനാണോ ആ പാരന്റ്സിനാണോ? ആർക്കാ ഇവിടെയൊക്കെ? പാരന്റ്സിനാണെങ്കിൽ ഇവിടെയും നിങ്ങൾ അത് തന്നെ ചെയ്യണം. ഇവിടെയും നിങ്ങളുടെ കുട്ടികളാണ് 2 പേര് ബിസിനസ്സില. അവരെ നിങ്ങൾ വളർത്തിയാൽ നിങ്ങളുടെ ബിസിനസിന്റെ പോക്ക് നോക്കിയേ. നിങ്ങളുടെ ഫസ്റ്റ് ഓർഗനൈസേഷൻ 1200, സെക്കൻഡ് ഓർഗനൈസേഷനിൽ 1400 വന്നാൽ ഒരുപോലെ അല്ല. 1200 എടുത്തിട്ട് 2 ഓർഗനൈസേഷനിൽ ബാലൻസിങ് PV എടുക്കും. മാച്ചിങ് PV 1200 എടുത്തിട്ട് 200 ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് ആ ആഴ്ചയിൽ 12000 രൂപ നിങ്ങൾക്ക് തരുന്നു. നെക്സ്റ്റ് വീക്കിൽ വീണ്ടും അതുപോലെ തന്നെ 300 ക്യാരി ഫോർവേഡ് ചെയ്ത് അവിടെ ഉണ്ട്, 2500 വന്നു. എന്നാൽ നിങ്ങളുടെ സെക്കൻഡ് ഓർഗനൈസേഷനിൽ 1200 ഈ പറഞ്ഞ കണക്ക് അവിടെ 200+. അങ്ങനെ നോക്കുമ്പോ ഈ പറഞ്ഞ നിങ്ങൾക്ക് 22,000 രൂപ ബാലൻസ് തരും. നെക്സ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്തു. നെക്സ്റ്റ് വീക്കിൽ 3300, 4000 വന്നാൽ 7000 ക്യാരി ഫോർവേഡ് ചെയ്തു. നിങ്ങൾക്ക് ആ ആഴ്ചയിൽ അത് 10% നിങ്ങൾക്ക് ഇൻകമായിട്ട് കിട്ടി. ഇതിന്റെ ഡ്യൂപ്ലിക്കേഷന്റെ ഫാസ്റ്റ്നെസ് വളരെ വലുതാണ്. നോക്കൂ, എങ്ങനെയാണ് ഈ പവർ ഓഫ് ടീം വർക്ക്. ഒരു ടീം വർക്ക്